ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെ തകർത്ത് അർജന്റീനയ്ക്ക് ജയം. ബ്രസീലിന് നൊന്തോ, വിഷമിച്ചോ? 4-1 ബ്രസീലിനെ തോൽപ്പിച്ചത്. നേരത്തെ തന്നെ അർജന്റീന ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നു. വിനിത വേണു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ. വിനിത വേണു, കമന്റ് ബോക്സിൽ ഒരുപാട് ബ്രസീൽ ആരാധകർ വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ഞങ്ങളെ കൊല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോ അരുൺ സാർ, നിങ്ങളോട് പറയാനുള്ളത് ശരിയാണ്. അർജന്റീനയുമായിട്ട് 4 ഗോളിന് പരാജയപ്പെടുന്നു. വലിയൊരു തോൽവി തന്നെയാണ്. തോൽവി നമ്മൾ അംഗീകരിക്കുന്നു. കാര്യമൊക്കെ ശരിയാണ്. നമ്മൾ മെസ്സി ഇല്ലാത്ത അർജന്റീനയെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് നെയ്മർ ഇല്ലാത്ത ബ്രസീലിനെ പറ്റിയിട്ടാണ്. നെയ്മർ ഇല്ലാത്ത ബ്രസീലിന്റെ ഒരു അവസ്ഥ ഫുട്ബോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെയ്മർ ഈ ടീമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് സുൽത്താൻ തിരിച്ചെത്തും, അത് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ ചോദിക്കായിരിക്കും 2021 കോപ്പ അമേരിക്കയിൽ നെയ്മർ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. എന്തായാലും ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് ശരിയാണ്. നെയ്മർ ഒന്നുണ്ടായിരുന്നു. 1-0 ബ്രസീലിനെ പരാജയപ്പെടുത്തി അർജന്റീന കോപ്പ അമേരിക്ക നേടി. ആ മത്സരം കണ്ടിട്ടുണ്ടോ? അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ ചെറുത് വരാറുണ്ട്, കണ്ടാൽ മതി. അന്ന് അർജന്റീന ഗുണ്ടാപ്പണി എടുത്തിട്ടാണ് ബ്രസീലിനെ പരാജയപ്പെടുത്തുന്നത്. അതായത് നെയ്മർ ഒരു കൊന്നില്ല എന്നേ ഉള്ളൂ. അത് നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ മത്സരത്തിന്റെ പോക്ക് അല്ലെങ്കിൽ കളി? അത് നിങ്ങൾ നെയ്മറുടെ മത്സരങ്ങൾ കാണണം. നെയ്മർ ഉള്ള സമയത്തെ കളികൾ എങ്ങനെയാണെന്ന് പറയുമ്പോൾ നെയ്മർ വന്നു കഴിയുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഇമ്പാക്ട് വേറെയാണ്. നെയ്മർ വരും, കാത്തിരിക്കുക. നിങ്ങളൊക്കെ ഈ ന്യൂസ് ഒക്കെ പറഞ്ഞവരൊക്കെ വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്കുള്ള സാധനം വരുന്നുണ്ട്. ആളൊന്ന് എത്തിക്കോട്ടെ. ആളെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മാറ്റി പറയേണ്ടി വരും. ആ കോപ്പ അമേരിക്ക മത്സരം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ, ആ കോപ്പ അമേരിക്ക മത്സരം നിങ്ങൾ കണ്ടാൽ മതി. അതിലറിയാം നെയ്മർ എന്താണ് എന്നുള്ളത്. നെയ്മർ ഉള്ള ബ്രസീൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം അവർ കൊന്നില്ലാന്നേ ഉള്ളൂ. എന്തൊക്കെ പണി, ഏതെല്ലാം രീതിയിലാണ് ഇടിച്ചത്. ഞാൻ ഒരു ബ്രസീൽ ആരാധകൻ എന്ന നിലയിൽ ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ബ്രസീൽ അല്ലെങ്കിൽ ഒരു നെയ്മർ ആരാധകർ മാത്രം പറയുന്ന കാര്യമല്ല. അർജന്റീനയുടെ ഗോൾ കീപ്പറും എമിലിയാനോ മാർട്ടീനസ്, അതേപോലെ ഡീപോള്, അങ്ങനെ ഒട്ടേമെന്റി, നിങ്ങളുടെ ടീമിലുള്ള അർജന്റീനയുടെ ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും സമ്മതിച്ച കാര്യമാണത്. ഞങ്ങൾ അന്ന് നെയ്മറെ ശരിക്കും ഉപദ്രവിച്ചു. ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. നെയ്മറെ തടഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കളി തോക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇമാതിരിയുടെയൊക്കെ ഇടിക്കണോടെ. അന്ന് ഗുണ്ടാപ്പണി എടുത്ത് കളി ജയിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും തോൽവിയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. എന്തായാലും 4 ഗോളിന് തോറ്റു, ശരിയാണ്. ഫുട്ബോളാണ്, അങ്ങനെയൊക്കെയാണ്. 4ഉം 7ഉം ഒക്കെ വാങ്ങും. 7 എണ്ണം ഞങ്ങൾക്ക് തന്ന ജർമ്മനി പിന്നീട് ഇതുവരെ ബ്രസീലുമായിട്ട് ജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. അതേ ജർമ്മനിയെ പരാജയപ്പെടുത്തിയിട്ടാണ് നെയ്മർ ഒളിമ്പിക്സ് അടിച്ചതെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇത് ബ്രസീലാണ്, തിരിച്ചു വരും.